1.17 എന്ന് പറയുന്ന കോഡ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഗൈഡ് ലൈൻ എടുക്കുക. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതുപോലെ തന്നെ സ്ക്രീനും കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ സ്ക്രീനും കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഗൈഡ് ലൈൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസിനെ ലാബിന് ചോദിക്കത്തുള്ളൂ. ഇതിന്റെ ഏറ്റവും ലാസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് താഴോട്ട് പോരുക. എക്സസൈസ് ഉണ്ടല്ലോ ഇതിനകത്ത്. ഇത് തന്നെ നോക്കിക്കേ. ഇതിനകത്ത് ലിസ്റ്റ് ഓഫ് പ്രോബ്ലംസ് എന്ന് പറയുന്നുണ്ട് 1.7 പേജ് നമ്പർ 13. അതിനകത്ത് സെക്ഷൻ 3യിലാണ് ഫസ്റ്റ് പറയുന്നത് SRS പ്രിപ്പയർ ചെയ്യാൻ. SRS ഒക്കെ നിങ്ങൾ തിയറിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഈ DFT ആയിരിക്കും നിങ്ങൾക്ക് ലാബ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. DFD എന്ന് പറയുന്നത് നോക്കിയാൽ DFD അപ് ടു അപ്രോപ്രിയേറ്റ് ലെവൽസ് ഫോർ ദ RRS റെയിൽവേ റിസർവേഷൻ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരു DFD വരയ്ക്കാനാണ്. അപ്പൊ നിങ്ങൾക്ക് ലാബിൽ റെയിൽവേ റിസർവേഷൻ ചോദിക്കണമെന്നില്ല. ലൈബ്രറി മാനേജ്മെന്റ്, സ്റ്റുഡന്റ് അഡ്മിഷൻ സിസ്റ്റം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് കൊമേഴ്സ് സൈറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു DFD വരയ്ക്കാനായിരിക്കും പറയുന്നത്. പിന്നെ ER ഡയഗ്രാം വരയ്ക്കാനായിട്ടും പറയും. ഈ 2 ഡയഗ്രാം ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾ തിയറി പഠിച്ചാൽ മതി. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എല്ലാം എളുപ്പമാണ്. അപ്പൊ ഈ ഒരു എക്സസൈസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. ഇതിനകത്ത് 19 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിനകത്തു നിന്നുള്ളത് മാത്രമേ ചോദിക്കത്തുള്ളൂ കേട്ടോ. ഇപ്പൊ DFD വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ നിങ്ങൾ വന്ന ഉടനെ വിഷയം, ചിലർ വന്ന് ലാബിൽ പഠിച്ചായിരുന്നു. ഇതുവരെ ആയിട്ട് ലാബ് അറിയാൻ മേലാത്തവർക്കാണ് നിങ്ങൾ വിസിയോ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പം മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ വിസിയോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടാവും. അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തെടുക്കുക. ഓക്കെ, DFD വരയ്ക്കുമ്പോൾ ഇതിനകത്ത് ഡാറ്റ ഫ്ലോ ഡയഗ്രാംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. കണ്ടല്ലോ, അതിൽ ഡാറ്റ ഫ്ലോ ഡയഗ്രാം മെട്രിക്കും ഉണ്ട്, US യൂണിറ്റ്സും ഉണ്ട്. അതിൽ നിങ്ങൾ ഡാറ്റ ഫ്ലോ ഡയഗ്രാം US യൂണിറ്റ്സ് എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ജനറൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ജനറൽ അല്ലല്ലോ, ഫ്ലോ ചാർട്ട് ആണോ? നോക്കട്ടെ. ഫ്ലോ ചാർട്ട് എടുക്കുവാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കുറെ ടാബ് ഉണ്ട്. അതിന്റെ ഫ്ലോ ചാർട്ട് എടുക്കുവാണെങ്കിൽ ഇവിടെ ഡാറ്റ ഫ്ലോ ഡയഗ്രാം കാണും. ഈ ഡാറ്റ ഫ്ലോ ഡയഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലൊരു പേജ് വരും. നിങ്ങൾ 53% ആണ് ഇവിടെ കിടക്കുന്നത്. അത് നിങ്ങൾ 100% ആക്കി സെറ്റ് ചെയ്യുക. ഇനി നിങ്ങളെ നൊട്ടേഷൻ പഠിക്കണം DFDയുടെ. നിങ്ങളോട് സെക്കൻഡ് ലെവൽ വരെ വരയ്ക്കാനായിരിക്കും മിക്കവാറും പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഒരു കോൺടസ്റ്റ് ലെവൽ വരയ്ക്കണം, പിന്നെ ഒരു ഫസ്റ്റ് ലെവൽ വരയ്ക്കണം, പിന്നെ സെക്കൻഡ് ലെവലും വരയ്ക്കണം. അപ്പൊ ഇങ്ങനെ 3 ലെവൽസ് വരച്ചാൽ മതി. ഇപ്പൊ ഒത്തിരി ഒന്നും വലിച്ചു വാരി വരയ്ക്കൊന്നും വേണ്ട. 3 ഡയഗ്രാം മതി DFD വരയ്ക്കാൻ പറഞ്ഞ. ആദ്യം നിങ്ങൾ ഒരു കോൺടസ്റ്റ് ലെവൽ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ഒരു എൻറ്റിറ്റി വേണം. അപ്പൊ ഇത് കണ്ടോ, എക്സ്റ്റേണൽ ഇന്ററാക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്നുണ്ട് ഒരു ബോക്സ് സ്ക്വയർ. അപ്പൊ ഇതിനകത്ത് റെയിൽവേ റിസർവേഷൻ ആണെങ്കിൽ നമുക്ക് എത്ര ആക്ടർ ഉണ്ടെന്ന് നോക്കാം. അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. അപ്പൊ ആക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അഡ്മിൻ കാണും, പിന്നെ എന്തുകൂടെ കാണും, ഒരു യൂസർ കാണും, അല്ലെങ്കിൽ എന്താ ഒരു പാസഞ്ചർ അല്ലെ, ഒരു കസ്റ്റമർ കാണും. ഏതൊരു സിസ്റ്റം ആണെങ്കിലും അഡ്മിനും കാണും, കസ്റ്റമറും കാണും. പിന്നെ ഒരു പ്രോസസ്സ് കാണും. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഡാറ്റ പ്രോസസ് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് കണ്ടോ, ഡാറ്റ പ്രോസസ്. മൗസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് നോക്കണേ. ഡാറ്റ പ്രോസസ് കൊണ്ട് നടുക്കോട്ട് കൊണ്ടിടുക. ഓക്കെ, ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് സിസ്റ്റത്തിന്റെ പേരാണ്. നിങ്ങളുടെ സിസ്റ്റം ഏതാണോ ആ സിസ്റ്റത്തിന്റെ പേര് കൊടുക്കുക. അപ്പൊ റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾ കൊടുക്കുക റെയിൽവേ റിസർവേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പം ഇത്രയുമാണ് കോൺടസ്റ്റ് ലെവലിൽ ഈ 3 കാര്യങ്ങളെ വരുള്ളൂ. എന്തൊക്കെ മൊഡ്യൂൾസ് ഉണ്ട്, അതായത് ആക്ടർ ഏതൊക്കെ ഉണ്ട്, ദെൻ പ്രോസസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിസ്റ്റം ആയിരിക്കണം. ഇത് സ്ക്വയർ അറിയാമല്ലോ, എൻറ്റിറ്റി ആണ്, അതായത് സോഴ്സ് ഓർ ഡെസ്റ്റിനേഷൻ. പ്രോസസ് എന്ന് പറയുന്നത് നിങ്ങൾ സർക്കിൾ കൊടുക്കണം. പിന്നെ നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുക്കും, അതുപോലെ തന്നെ ഒരു റെസ്പോൺസും വരും. അപ്പൊ റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് നിങ്ങൾ ആരോ കൊടുക്കുക, ആരോ ലേബിൾഡ് ആയിരിക്കണം. ഞാൻ ഇവിടെ ഒരു ഇതുണ്ട്, ഏറ്റവും മേളിൽ ഒരു കണക്ടർ ടൂൾ ഉണ്ട് കണ്ടോ. കണക്ടർ ടൂൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പെൻസിൽ വെച്ച് വരയ്ക്കാം, എങ്ങനെ വേണേലും. ഞാനിപ്പോ കണക്ടർ ടൂൾ എടുത്തിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, കണക്ടർ ടൂൾ ആയില്ല, ഇവിടെ ഒരു ക്രോസ് പോലെ വന്നു. ഈ പോയിന്റിൽ നിന്ന് പ്രോസസ്സിന്റെ പോയിന്റിലോട്ട് കണക്ട് ചെയ്തു, ഒരു ആരോ വന്നു. ദെൻ ഞാൻ ഈ ലൈനെ ഡബിൾ ക്ലിക്ക് ചെയ്തു. എനിക്ക് എന്താണോ എന്തൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്, അഡ്മിൻ എന്തൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കണം. അയാൾ എന്തൊക്കെ അഡ്മിൻ മാനേജ് ചെയ്യുന്നത്, മാനേജ് ഷെഡ്യൂളിംഗ്
അല്ലെ? പിന്നെന്താണ്, ട്രെയിൻ ഡീറ്റെയിൽസ് ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ആരാണ്? അഡ്മിൻ ആണ്. അഡ്മിൻ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അതുപോലെ എന്തുകൊണ്ട് റെസ്പോൺസും ഉണ്ട്. അപ്പൊ നമുക്കിവിടെ റെസ്പോൺസ് ഒന്നോ അല്ലെങ്കിൽ വ്യൂ ബുക്കിംഗ് എന്തെല്ലാം കാര്യം കൊടുക്കാം അതെല്ലാം കൊടുക്കാം, ഫോം ആയിട്ട് കൊടുക്കാം. പിന്നെ കസ്റ്റമർ ചെയ്യുന്ന കാര്യങ്ങൾ, കസ്റ്റമർ ഒരു റെയിൽവേ റിസർവേഷൻ സിസ്റ്റത്തിലോട്ട് എന്താ ചെയ്യുന്നത്, ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ബുക്കിംഗ് കൊടുക്കാം, പേയ്മെന്റ് ഉണ്ട്, പേയ്മെന്റ് കൊടുക്കാം. തിരിച്ച് റെസ്പോൺസ് എന്താണ് കസ്റ്റമർക്ക് പോകുന്നത്. അപ്പൊ ആരോ എങ്ങോട്ട് പോകണം, ഒരു കസ്റ്റമറിലോട്ട് ആരോ പോകണം. ഞാൻ ഇവിടെ നമുക്ക് ടിക്കറ്റ് അല്ലേ ഡൗൺലോഡ് ചെയ്യുന്നത്, അപ്പൊ ടിക്കറ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, ടിക്കറ്റ്സ്. അപ്പൊ ഇത്രേ ഉള്ളൂ കോൺടെസ്റ്റ് ലെവല്. ദെൻ നിങ്ങളൊരു ഇവിടെ കണ്ടോ, ടെസ്റ്റ് ടൂൾ എടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുത്ത് ഹെഡിങ് കൂടെ കൊടുത്താൽ മതി. കോൺടെസ്റ്റ് ലെവൽ ഡയഗ്രാം ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങള് ഒരു DFD വരയ്ക്കാൻ പറഞ്ഞ കോൺടെസ്റ്റ് ലെവൽ ഡയഗ്രാം വരച്ചു കഴിഞ്ഞു. ഓക്കെ, സോഴ്സ് ഉണ്ട്, ഡെസ്റ്റിനേഷൻ ഉണ്ട്, പ്രോസസ് ഉണ്ട്, റിക്വസ്റ്റ് പോകുന്നു, റെസ്പോൺസ്. ഇത്ര ഓക്കെ അല്ലേ? ദെൻ അടുത്തത് നിങ്ങൾ ഫസ്റ്റ് ലെവൽ വരയ്ക്കണം. ഫസ്റ്റ് ലെവൽ വരയ്ക്കുമ്പോൾ നമുക്ക് അഡ്മിന്റെ ഫസ്റ്റ് ലെവലും വരയ്ക്കാം, കസ്റ്റമറിന്റെ ഫസ്റ്റ് ലെവലും വരയ്ക്കാം. അപ്പൊ നമ്മൾ തൽക്കാലം ലാബ് എക്സാമിന് കസ്റ്റമറിന്റെ മാത്രം വരച്ചാൽ മതി. അഡ്മിനൊക്കെ വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ആയിപ്പോകും. നമുക്ക് കസ്റ്റമറിന്റെ വരയ്ക്കാം. ഞാൻ താഴെ കണ്ടു ഒരു പേജ് 1 എന്ന് എടുക്കുന്നുണ്ടോ. വേറെ വിഷയോ ന്യൂ എടുക്കണ്ട, ന്യൂ പേജ് എടുക്കണ്ട, അല്ല ന്യൂ ഫയൽ എടുക്കണ്ട. ന്യൂ പേജ് എടുക്കാനായിട്ട് താഴെ പേജ് 1 റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഇൻസേർട്ട് പേജ് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ ഫസ്റ്റ് ലെവൽ പേര് കൊടുത്തു. ഫസ്റ്റ് ലെവലിന് പേര് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ലെവൽ വരയ്ക്കാൻ പോവാണ്. ഇത് 100% സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സൂം ചെയ്തു. ഞാൻ കസ്റ്റമറിന്റെ ആണ് ഫസ്റ്റ് ലെവൽ വരയ്ക്കുന്നത്. അപ്പൊ കസ്റ്റമറിന്റെ എൻറ്റിറ്റി എക്സ്റ്റേണൽ ഇന്ററാക്ടർ കൊണ്ട് ഇട്ടു, കുറച്ച് വലുതാക്കി കൊടുത്തു. ഇവിടെ ഒരു പോയിന്റർ ടൂൾ ഉണ്ട്. പോയിന്റർ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് ഒന്ന് റീസൈസ് ചെയ്യാം. അപ്പം ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുക്കുക. കസ്റ്റമർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? വലിച്ചപ്പോ വലുതായിപ്പോയി. ഓക്കെ, കസ്റ്റമർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രോസസ്സുകൾ, കുറെ പ്രോസസ്സുകൾ ചെയ്യും കസ്റ്റമേഴ്സ്. ഒന്ന് നമുക്ക് രജിസ്ട്രേഷൻ കൊടുക്കാം, ലോഗിൻ കൊടുക്കാം. രജിസ്ട്രേഷൻ ലോഗിൻ ഒക്കെ വേണമെങ്കിൽ നമുക്ക് വേറെ ലെവലായിട്ടൊക്കെ വരയ്ക്കാൻ പറ്റും. ഇപ്പൊ തൽക്കാലം എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കുവാണേ. ഫസ്റ്റ് അയാളുടെ പ്രോസസ്, കസ്റ്റമറുടെ പ്രോസസ് എന്ന് പറയുന്നത് 1.0 ഇടണം. ഫസ്റ്റ് പ്രോസസ് 1.0 ഇട്ടിട്ട് എന്താണോ ഫസ്റ്റ് പ്രോസസ് അത് ഇവിടെ എഴുതി കൊടുക്കാം. രജിസ്ട്രേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് ബുക്കിംഗ് ആണെങ്കിൽ, ഇപ്പൊ ട്രെയിൻ ബുക്കിംഗ് ആണെങ്കിൽ അടുത്ത പ്രോസസ് കൊടുക്കുക. ഞാൻ ഷോർട്ട് ആയിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ, ഒത്തിരി എക്സ്പാൻഡ് ചെയ്ത് വരയ്ക്കുന്നില്ല. ബുക്കിംഗ്, പിന്നെ ബുക്കിംഗ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എനിക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ കംപ്ലൈൻസ്. ഇങ്ങനെ 3 പ്രോസസ്സ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളേ. കസ്റ്റമറിന്റെ ഫസ്റ്റ് ലെവല് ഇപ്പൊ കോൺടെസ്റ്റ് പറഞ്ഞു, ഇത് ഫസ്റ്റ് ലെവൽ ആണ്. ഹെഡിങ് കൊടുത്തേക്കാം, ഫസ്റ്റ് ലെവൽ DFD ഫോർ കസ്റ്റമർ. ഓക്കെ, ഞാൻ ഈ കസ്റ്റമറും രജിസ്ട്രേഷനും തമ്മിൽ ഒരു കണക്ഷൻ കൊടുക്കണം. അപ്പൊ ഞാൻ കണക്റ്റഡ് ടൂൾ വെച്ചിട്ട് കസ്റ്റമർ രജിസ്ട്രേഷനും തമ്മിൽ ഒരു കണക്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ ഈ ആരോ ഒന്നും പ്ലെയിൻ ആയിട്ട് ഇടരുത്, എപ്പോഴും അത് ലേബിൾഡ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എഴുതാം റിക്വസ്റ്റ് ടു രജിസ്റ്റർ, അല്ലെ? രജിസ്ട്രി ആണുള്ള റിക്വസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം. എന്ത് റിക്വസ്റ്റ് ആണ് പോകുന്നത്? റിക്വസ്റ്റ് ടു ബുക്ക് ചെയ്യാനായിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നു. പിന്നെ ഇവിടെ പോകുന്നത് എന്താണ്? കംപ്ലൈൻസ് സെൻഡ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കുക. അപ്പൊ ഞാൻ എല്ലാ ആരോയും ലേബിൾഡ് ആക്കി. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാം ഒരു റെസ്പോൺസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ സ്റ്റോറും പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മൾ 2 നൊട്ടേഷൻസേ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് റെക്ടാംഗിൾ, സ്ക്വയർ, സോഴ്സ് ഓർ ഡെസ്റ്റിനേഷൻ, പിന്നെ പ്രോസസ്സിന് സർക്കിൾ, പിന്നെ ആരോ ലേബിൾ ചെയ്യണം. ഇനി വേറെ ഒരെണ്ണമുണ്ട് ഓപ്പൺ റെക്ടാംഗിൾ. കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഓപ്പൺ റെക്ടാംഗിൾ. ഓപ്പൺ റെക്ടാംഗിൾ അല്ലെങ്കിൽ വൺ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള റെക്ടാംഗിൾ എന്ന് പറയുന്നത് ഡേറ്റ സ്റ്റോർ ആണ്. അതായത് നമ്മുടെ ടേബിൾസ് ഇല്ലേ, ഡേറ്റാബേസിനകത്തുള്ള ടേബിൾസ്, വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടെയാ? ഡേറ്റാബേസിലല്ലേ. അപ്പൊ ആ ടേബിൾസ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതാണ്, ഡേറ്റ സ്റ്റോറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഓപ്പൺ റെക്ടാംഗിൾ. ഓക്കെ,
അപ്പൊ ഞാൻ രജിസ്ട്രേഷൻസിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ടേബിളിലോട്ടായിരിക്കും. അപ്പൊ ഞാൻ ഈ ഡാറ്റ സ്റ്റോറിന് പേര് കൊടുക്കുവാണ് കസ്റ്റമർ. അപ്പൊ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എങ്ങോട്ട് പോകും? കസ്റ്റമറിലോട്ട് പോകും. അപ്പൊ ഞാൻ ഇവിടെ ഒരു പെൻസിൽ വെച്ചോ എങ്ങനെയും ഒരു ആർക്ക് പോലെ വരച്ചേ, അതുപോലെ തന്നെ തിരിച്ചു ഇങ്ങോട്ടും ഒരു ലൈൻ ഇട്ട്. എന്തിനാ? നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഡേറ്റ പോകും, പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൊഫൈൽസ് വ്യൂ ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, അപ്പൊ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് കാണാനും പറ്റും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ലൈൻ കൊടുത്തു, പക്ഷെ ആരോ വന്നില്ല. ആരോ വരണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആരോ ഇട്ട് കൊടുക്കാം. ഞാൻ ലൈൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആരോ ഇട്ട് കൊടുക്കാൻ പറ്റും, കണ്ടോ? പിന്നെ ഈ ഇതില് നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? എന്താ സ്റ്റോർ ചെയ്യുന്നത്? കസ്റ്റമർ ഡീറ്റെയിൽസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് എന്ത് ഡേറ്റയാണ് പോകുന്നത്, എന്ത് ഡേറ്റയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഈ ആരോയില് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അല്ലാതെ ഓപ്പറേഷൻസ് അവിടെ പറയാൻ പാടില്ല. ഇപ്പം ആഡ് ചെയ്യുവാണ് അല്ലെ ഡിലീറ്റ് ചെയ്യുവാണ്, അങ്ങനെയുള്ള ഓപ്പറേഷൻസ് അവിടെ കൊടുക്കാൻ പാടില്ല. ഈ പ്രോസസ്സിൽ നിന്ന് എന്ത് ഡേറ്റയാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡേറ്റ സ്റ്റോറിലോട്ട് പോകുന്ന ആരോയില് പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ, ബുക്കിംഗ്. ബുക്കിംഗ് എന്ന് പറയുന്നതിനകത്ത് ഞാൻ ഡേറ്റ സ്റ്റോർ ഞാൻ ഇടുന്നില്ല. കാരണം ഈ ബുക്കിങ്ങിൽ ഒരുപാട് സബ് പ്രോസസ്സ് വരും. സബ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ബുക്കിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് പേയ്മെന്റ് ചെയ്യണം, ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം, അങ്ങനെ കുറെ സബ് പ്രോസസ്സ് വരും. അപ്പൊ ഒരു പ്രോസസ്സിന് സബ് പ്രോസസ്സ് വരുവാണെങ്കിൽ നിങ്ങൾ ആ ഫസ്റ്റ് ലെവലിൽ വരയ്ക്കേണ്ട, നിങ്ങൾ അത് സെക്കൻഡ് ലെവലായിട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നമ്പർ ഇടാൻ മറന്നുപോയായിരുന്നു. നമ്പർ ഇടണം എപ്പോഴും നിങ്ങൾ നമ്പർ ഇട്ട് കൊടുത്തോണം ഓരോ പ്രോസസ്സിനും. ഇപ്പൊ 2.0, 3.0. ഓക്കെ, അപ്പൊ ഞാൻ ഈ ബുക്കിങ്ങിന് ഡേറ്റ സ്റ്റോർ കൊടുക്കുന്നില്ല. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് കൊടുക്കാഞ്ഞെന്ന്? സബ് പ്രോസസ്സ് വരുന്നതുകൊണ്ട്. ഇനി ഞാൻ കംപ്ലൈൻസും സബ് പ്രോസസ് ഒന്നും ഇല്ല, ജസ്റ്റ് നേരെ കംപ്ലൈന്റ് അങ്ങ് സെറ്റ് ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. കംപ്ലൈന്റ് സെൻഡ് ചെയ്തു. അയ്യോ, ഞാൻ ഇവിടെ നിന്ന് പെൻസിൽ വെച്ച് വരയ്ക്കാൻ ഇച്ചിരി പാടാ. ഞാൻ ഒരു കണക്ട് ടൂൾ കൊടുത്തു, സെൻഡ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ കംപ്ലൈൻസ്, ഞാൻ ഇവിടെ ടേബിളിന്റെ പേര് കൊടുത്തു കംപ്ലൈൻസ്. അപ്പൊ ഇവിടെ എനിക്ക് എന്താണ് കംപ്ലൈന്റ്, മെസ്സേജ് ആണോ കംപ്ലൈൻസ് ആണോ, എന്താണ് ഡീറ്റെയിൽസ് പോകുന്നത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത എന്താണ്? സോഴ്സ് ഉണ്ടെങ്കിൽ അതിനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ ഏറ്റവും ലാസ്റ്റില് ഒരു ഡെസ്റ്റിനേഷൻ, ഒരു എൻറ്റിറ്റി കൊണ്ടുവച്ചു. റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് റെസ്പോൺസ് വരണമല്ലോ. ഞാൻ ഇവിടെ എന്താ കൊടുക്കുക? ഇവിടെ എന്താ കൊടുക്കുക? ക്യാപിറ്റൽ ലെറ്റർ ആണ് സോഴ്സും ഡെസ്റ്റിനേഷനും കൊടുക്കണ്ടേ. കസ്റ്റമർ എന്ന് കൊടുത്തു. ഇനി എല്ലാ റെസ്പോൺസും പോണം. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് ആയിരുന്നോ അല്ലെങ്കിൽ ഇൻവാലിഡ് ആണെന്നോ എന്താണെങ്കിലും ഒരു മെസ്സേജ് വരുമല്ലോ. അപ്പം ഇവിടുന്ന് ഞാനൊരു റെസ്പോൺസ് കസ്റ്റമർക്ക് പോയി, ബുക്കിങ്ങിനകത്തുനിന്ന് ഒരു റെസ്പോൺസ് കസ്റ്റമർക്ക് പോയി, കംപ്ലൈൻസിനകത്തുനിന്ന് ഒരു റെസ്പോൺസ് കസ്റ്റമർക്ക് പോയി. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് ലെവലിൽ സോഴ്സ് ഉണ്ട്, ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഡേറ്റ സ്റ്റോർ ഉണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഫസ്റ്റ് ലെവലിൽ വരുന്നത്. അപ്പൊ കസ്റ്റമറിന്റെ എല്ലാ ഫങ്ഷൻസും എവിടെ എഴുതാം? ഫസ്റ്റ് ലെവലിൽ എഴുതാം. ഇപ്പൊ ഞാൻ 3 ഇട്ടുള്ളൂ, 3 അല്ല, കുറെ ഉണ്ട്. ലോഗിന് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. കുറെ നമുക്ക് പ്രോസസ്സുകൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഞാൻ 3 പ്രോസസ്സിൽ അങ്ങ് നിർത്തിയേക്കുക. ഓക്കെ, ഇനിയും പ്രോസസ്സ് കൊടുക്കുമ്പോൾ അതിന്റെ പോലെ തന്നെ എന്റെ എങ്ങോട്ടും പോകണം, ഒരു റെസ്പോൺസ് വേണം. അപ്പൊ ഈ ആരോ എല്ലാം ലേബിൾഡ് ആയിരിക്കണം. ആരോയിലെല്ലാം ഞാൻ റെസ്പോൺസ് എന്ന് കൊടുത്തേക്കണം, എല്ലാ ആരോയിലും. അപ്പൊ ഞാന് ബുക്കിങ്ങിന് മാത്രമേ ഉള്ളൂ ഡേറ്റ സ്റ്റോർ കൊടുക്കാത്തത് കേട്ടോ. കാരണം ഞാൻ അത് സെക്കൻഡ് ലെവൽ വരയ്ക്കാൻ വേണ്ടി വെച്ചേക്കുക. ഇത്രയും മനസ്സിലായോ? സെക്കൻഡ് ലെവലിലോട്ട് പോകുന്നതിന് മുമ്പ് കോണ്ടസ്റ്റും ഫസ്റ്റ് ലെവലും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? മനസ്സിലായോ മാം? ഓക്കെ, എന്നാ നിങ്ങൾ സെക്കൻഡ് ലെവൽ അടുത്ത്. അപ്പൊ ഞാൻ ഇനി വരയ്ക്കാൻ പോകുന്നത് ഇത് കണ്ടോ, ഈ നമ്പർ ഏതാണ്? 2.0 ആണ്. അപ്പൊ കസ്റ്റമറിന്റെ 2.0യുടെ ബുക്കിംഗ് എന്ന് പറയുന്നത് സെക്കൻഡ് ലെവൽ ആണ് വരയ്ക്കാൻ പോകുന്നത്. സെക്കൻഡ് ലെവൽ 100 സെറ്റ് ചെയ്തു. ഹെഡിങ് കൊടുക്കുക സെക്കൻഡ് ലെവൽ DFD. എ ആണ് ടെസ്റ്റ് ടൂള്. നമ്മളിവിടെ ഹെഡിങ് കൊടുക്കും സെക്കൻഡ് ലെവൽ DFD ഫോർ കസ്റ്റമർ അല്ലേ? ഫോർ കസ്റ്റമർ ഏതാണ്? നമ്പർ ഏതാണ്? 2.0 അല്ലെ? ഇനി നമ്മൾ എന്ത് കൊടുക്കും? ഒരു എക്സ്റ്റേണൽ ഇന്ററാക്ടർ വെക്കും. എന്തിനാ? കസ്റ്റമറിന്.
ഒരു പോയിന്റർ ടൂൾ വെച്ച് ഈ പോയിന്റർ ടൂൾ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയിന്റർ ടൂൾ ക്ലിക്ക് ചെയ്തുകൊണ്ടാണെങ്കിൽ നമുക്ക് ഇത് മൂവ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ കസ്റ്റമർ കൊടുക്കുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റമർ എന്ന് കൊടുക്കും. ഓക്കെ, ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ലാബിലായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് ലാബ് നോക്കുന്നത് അല്ലെ. ചിലരൊക്കെ വന്ന് ചെയ്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കസ്റ്റമർ ഇനി നമ്മുടെ 2.0യുടെ നമ്മൾ സബ് ലെവൽ വരയ്ക്കാൻ പോവാണ്. ഞാൻ ആദ്യം പ്രോസസ്സ് വെച്ചു. നിങ്ങൾക്കറിയാലോ ഏതൊരു സിസ്റ്റം എടുക്കുവാണെങ്കിലും നിങ്ങൾക്ക് അതിന്റെ സിസ്റ്റത്തിന്റെ ഒരു ഫ്ലോ അറിഞ്ഞിരിക്കണം കേട്ടോ, എന്നാലേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ എന്റെ ഒരു ഫ്ലോ അനുസരിച്ച് ചെയ്യുവാണ്. ഞാനിപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് സെർച്ച് ട്രെയിൻ ആണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. അതായത് ട്രെയിൻ ഡീറ്റെയിൽസ് മീൻസ് ഷെഡ്യൂൾ എനിക്കറിയണം. ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോവാണെങ്കിൽ അതിന്റെ ട്രെയിൻ ഡീറ്റെയിൽസ് ഞാൻ സെർച്ച് ചെയ്യണം. സെർച്ച് ട്രെയിൻ. ഞാൻ ഇവിടെ ഒരു നമ്പർ കൊടുത്തു, 2.0 ആണ് എനിക്ക് അല്ലെ, ബുക്കിംഗ് ആണ്. അപ്പൊ ബുക്കിംഗ് ആകുമ്പോൾ എനിക്ക് 2.1 സെക്കൻഡ് ലെവലാണ് 2.1. സെർച്ച് ട്രെയിൻ ചെയ്തു. ട്രെയിൻ ആൻഡ് ഷെഡ്യൂൾ എന്ന് കൊടുക്കാവേ, എല്ലാം കൂടെ ഒരുമിച്ച് പോട്ടെ. ട്രെയിൻ ഡീറ്റെയിൽസ് ആൻഡ് ഷെഡ്യൂൾ. അപ്പൊ ഇത്രയും ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് കുറെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കുറെ ഡീറ്റെയിൽസ് വരും. അപ്പൊ കുറെ ഡീറ്റെയിൽസ് വരുന്നത് ഡേറ്റാ സ്റ്റോറിൽ നിന്നായിരിക്കും ഡീറ്റെയിൽസ് വരുന്നത്. അപ്പൊ ഞാൻ ഡേറ്റാ സ്റ്റോർ വെക്കാൻ പോകും. ഡേറ്റാ സ്റ്റോർ വെക്കുമ്പോഴത്തേക്ക് എനിക്ക് ട്രെയിൻ എന്ന് പറയുന്ന അഡ്മിൻ ഒക്കെ കുറെ ഡേറ്റ ഇട്ടിട്ടുണ്ടാവും അല്ലെ. അഡ്മിന് അല്ലെങ്കിൽ റെയിൽവേ റിസർവേഷൻ സിസ്റ്റത്തിലെ സ്റ്റാഫ് എംപ്ലോയീസ് കയറിയിട്ട് കുറെ ട്രെയിനിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് ട്രെയിൻ ഏതാണെന്നുള്ളത് അറിയാൻ പറ്റും. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അറിയാനേ പറ്റുള്ളൂ, ഇൻഫർമേഷൻ കിട്ടത്തേ ഉള്ളൂ. ഞാനൊന്നും ട്രെയിൻ ഡീറ്റെയിൽസിലോട്ട് ആഡ് ചെയ്യില്ല കസ്റ്റമർ. അപ്പൊ ആരും എങ്ങോട്ട് മാത്രമേ വരാൻ പാടുള്ളൂ, ഈ പ്രോസസ്സിലോട്ട് മാത്രമേ വരാൻ പാടുള്ളൂ ആണല്ലോ. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് കിട്ടി, ട്രെയിൻ ഡീറ്റെയിൽസ് കിട്ടി. ഓക്കെ, ഇനി അത് മാത്രമല്ല, നമ്മളെ ഒരു സ്റ്റേഷനിൽ നിന്ന് വേറൊരു സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അപ്പൊ ട്രെയിനിന്റെ ഡീറ്റെയിൽസ് മാത്രമല്ല, എനിക്ക് സ്റ്റേഷൻ ഡീറ്റെയിൽസും കാണും. സ്റ്റേഷന്റെ ഡീറ്റെയിൽസും അറിയണം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എന്ത് കൊടുത്തു, സ്റ്റേഷൻ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ആ ടേബിളിൽ നിന്ന് വാല്യൂ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വ്യൂ ചെയ്ത് വരുന്നു. നിങ്ങൾ നിങ്ങളുടെ ഐഡിയ വെച്ച് ചെയ്യാം, ഞാൻ എന്റെ ഐഡിയ വെച്ച് ചെയ്യുന്നു കേട്ടോ. അപ്പം എന്താ നമുക്ക് ഇവിടെ കിട്ടിയ, ആരോ തിരിച്ചായിരിക്കണം, ആരോ തിരിച്ചു വേണം. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തു, എന്താണ് നമുക്ക് കാണാൻ പറ്റിയ സ്റ്റേഷൻ ഡീറ്റെയിൽസ് കിട്ടി. ഇത്രയും കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് ഷെഡ്യൂൾ അറിയണം. ഏത് സമയത്താണ് ട്രെയിൻ അല്ലെ, ഏത് സമയത്താണ് ട്രെയിൻ അറൈവ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമുക്കറിയണം. അല്ലെങ്കിൽ ഡിപ്പാർച്ചർ എപ്പോഴാണ് എല്ലാം അറിയണം. അപ്പൊ അത് എപ്പോഴും ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ടേബിളിനകത്തായിരിക്കാം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ഡാറ്റാ സ്റ്റോർ കൂടെ വെക്കുന്നു, ഷെഡ്യൂൾ. ഇതൊക്കെ അഡ്മിൻ ഇട്ടിട്ടുണ്ട്, നമ്മൾ അഡ്മിൻ അങ്ങ് അവോയ്ഡ് ചെയ്തില്ലേ. അഡ്മിനകത്ത് ഫസ്റ്റ് ലെവലിൽ വരുന്ന അഡ്മിൻ മാനേജ് ചെയ്ത കാര്യങ്ങളായിരിക്കും ഇത്, ട്രെയിന്, സ്റ്റേഷൻ, ഇതെല്ലാം നമ്മൾ അതങ്ങ് അവോയ്ഡ് ചെയ്തു. ഷെഡ്യൂളിൽ നിന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി. എന്ത് കിട്ടി, ട്രെയിനിന്റെ ഷെഡ്യൂൾ ഡീറ്റെയിൽസ് കിട്ടി അല്ലെ. ഞാൻ ഇങ്ങനെ കുറെ ഡീറ്റെയിൽസ് എടുത്തു. അപ്പം ഞാൻ ഇവിടെ സെർച്ച് ചെയ്തപ്പോ, കസ്റ്റമർ സെർച്ച് ചെയ്തപ്പോ കസ്റ്റമറിൽ നിന്ന് ഒരു സെർച്ച് പോയില്ല, ഒരു റിക്വസ്റ്റ് പോയില്ല. ഓക്കെ, ഇവിടെ ഒരു റിക്വസ്റ്റ് ടു സെർച്ച് പോട്ടെ. കസ്റ്റമർ കയറി സെർച്ച് ചെയ്തപ്പോ ട്രെയിനിന്റെ ഡീറ്റെയിൽസ് വന്നു, ഷെഡ്യൂൾ ഡീറ്റെയിൽസ് വന്നു, സ്റ്റേഷൻ ഡീറ്റെയിൽസ് വന്നു. ദെൻ അടുത്ത കസ്റ്റമർ എന്താ ചെയ്യുന്നത്, ഇതെല്ലാം ഓക്കെ, അയാൾക്ക് ഓക്കെ ആണെങ്കിൽ അയാൾ ബുക്ക് ചെയ്യാൻ പോവാണ് അല്ലെ. ഞാൻ ഇവിടെ നിന്ന് വേറൊരു പ്രോസസ്സ് വരയ്ക്കണം, വേറൊരു പ്രോസസ്, ഡാറ്റാ പ്രോസസ്. എവിടുന്നാ വരുന്നത് നോക്കിക്കേ. ഈ ആരോ എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല. ഞാൻ ആരോ നോക്കിക്കോണേ കൃത്യമായിട്ട്. ഞാൻ ഇത് കുറച്ചുകൂടെ അടുപ്പിച്ച് വെക്കാം. ഈ ആരോ ഷെഡ്യൂളിൽ നിന്ന് വരുന്നു. ഓക്കെ, ഈ ആരോ നേരെ പ്രോസസ്സിലോട്ട് പോയി. ഇവിടെ നമ്മൾ കൊടുക്കുന്നു 2.1 2.2. എന്താണ് 2.2? ബുക്കിംഗ്. അപ്പൊ എന്ത് ചെയ്തു, ബുക്ക് ചെയ്യുവാണ്. ബുക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടാ പോയി സ്റ്റോർ ചെയ്യുന്നത്, ഡാറ്റാ സ്റ്റോറിലോട്ട്. അപ്പൊ നമുക്ക് എന്താ കൊടുക്കുക, പേര്, ടേബിളിന്റെ പേരെന്താ കൊടുക്കുക, ബുക്കിംഗ് എന്നോ എല്ലാം കൊടുക്കാം. ടിക്കറ്റ് ബുക്കിംഗ് എന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഞാൻ ഇപ്പൊ ടിക്കറ്റ് ബുക്കിംഗ് എന്നൊരു പേര് കൊടുത്തു. ഓക്കെ, അപ്പൊ ബുക്കിങ്ങിനകത്തോട്ട് എന്താ പോവാ, ബുക്കിങ്ങിനകത്തോട്ട് എന്തൊക്കെയാ പോവാ, ഡീറ്റെയിൽസ്, ബുക്കിംഗ് ഡീറ്റെയിൽസ് ആണ് പോകുന്നത്. ബുക്കിംഗ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക്
അയാൾ എങ്ങോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ എത്ര പേരുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബുക്കിംഗ് ഡീറ്റെയിൽസിലോട്ട് പോകുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പാസഞ്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് പോകണമല്ലോ. ഇപ്പൊ 4 പേര് പോകുന്നുണ്ടെങ്കിൽ 4 പേരുടെ പാസഞ്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് പോകണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ഡേറ്റ സ്റ്റോറൂടെ വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാം. വെച്ചിട്ട് ഇവിടെ പാസഞ്ചർ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കാം. അപ്പം അത് ഇവിടുന്ന് ഒരു ആരോ എങ്ങോട്ട് പോയി. ഇല്ലേ, അങ്ങനെ വരില്ലേ? ബുക്ക് ചെയ്യുന്ന സമയത്ത് പാസഞ്ചറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാറില്ലേ, ആരൊക്കെയാ പോകുന്നതെന്നൊക്കെ. പോയിന്റർ ടൂൾ വെച്ചിട്ടല്ല, കണക്ട് ടൂൾ വെച്ചിട്ട് ഇവിടെ ഒരു ക്രോസ് പോലെ ഒരു വരും കേട്ടോ, അല്ലെങ്കിൽ ഇതങ്ങ് മൂവ് ചെയ്തു പോകും. അപ്പം പാസഞ്ചർ ഡീറ്റെയിൽസ് ആരോ തിരിച്ചും വരുവേ, പാസഞ്ചർ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ബുക്കിംഗ് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്നാ, അടുത്ത എന്താന്ന് പറയാവോ? ബുക്കിംഗ് കഴിഞ്ഞ നമ്മൾ ബുക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവനെന്ത് ചോദിക്കും? ട്രാൻസാക്ഷൻ ചെയ്യാൻ പറയും അല്ലെ? യെസ്, കറക്റ്റ്, പേയ്മെന്റ്സ്. അപ്പം ബുക്കിംഗ് കഴിയുമ്പോൾ നേരെ പേയ്മെന്റിലോട്ട് പോയി. അപ്പൊ അവിടെ ഒരു ഗേറ്റ് വേ ഒക്കെ വരും, എങ്ങോട്ടേലും പോയിട്ട് ഡാറ്റ ഒക്കെ സ്റ്റോർ ആവും. അപ്പൊ ഇവിടെ ഞാൻ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു ടേബിൾ ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുക. ട്രാൻസാക്ഷൻ ടേബിളിനകത്തോട്ട് ഡാറ്റ പോകും. ഡാറ്റ എന്തൊക്കെയാ പോകുന്നത്? ട്രാൻസാക്ഷൻ പേയ്മെന്റ് ഡീറ്റെയിൽസ് കൊടുക്കുക, അതായത് എമൗണ്ട്, ട്രാൻസാക്ഷൻ ഡേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പോകുന്നത് അല്ലെ? എമൗണ്ട്, ഡേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോയി. ഇനി പേയ്മെന്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സംഭവം എന്താണ്? ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തു ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് റിസീപ്റ്റും ഡൗൺലോഡ് ഓർ വ്യൂ റിസീപ്റ്റ്, 2 കാര്യങ്ങൾ എനിക്ക് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരയ്ക്കാം. ഇതിപ്പോ 2.2 അല്ലേ, ഞാനായിട്ട് സിമ്പിൾ ആയിട്ട് അങ്ങ് വരച്ചതാ. 2.3. പിന്നെ എനിക്ക് വേണമെങ്കിൽ 2.3.1 ഡൗൺലോഡ് ടിക്കറ്റ് കൊടുക്കാം, 2.3.2 വ്യൂ റിസീപ്റ്റ് കൊടുക്കാം. ഞാൻ അങ്ങനെ ഞാൻ ഒറ്റയടിക്ക് അങ്ങ് സിമ്പിൾ ആക്കി. കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പോയാൽ ഒന്നാമത് നിങ്ങൾ ഓൺലൈനാണ്, മനസ്സിലാവാതെ വരും. ഇനി ട്രാൻസാക്ഷൻ ചെയ്തു, ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എവിടുന്നാ വരുന്നത്? ടിക്കറ്റ് ബുക്കിങ്ങിനകത്തു നിന്നാണ് വരുന്നത്. എത്ര നമ്പർ ഓഫ് ടിക്കറ്റ്സ് എത്ര ഉണ്ട് എന്നുള്ളത് എവിടുന്നാ വരുന്നത്? ടിക്കറ്റ് ബുക്കിങ്ങിനകത്തു നിന്ന്. അപ്പൊ ഞാൻ ഇതിങ്ങനെ വളച്ചു കൊണ്ടുവരണം ഇങ്ങോട്ട്. ഈ ഡാറ്റ സ്റ്റോറിൽ നിന്ന് വാല്യൂ എടുക്കുവാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വളച്ച് ആരോ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ ആയില്ലേ? ആരോ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, കറക്റ്റ് ആയി. അപ്പം ടിക്കറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ബുക്കിങ്ങിനകത്തു നിന്ന് എന്ത് വരും? ടിക്കറ്റ് ഡീറ്റെയിൽസ് വരും. ഓക്കെ, ഈ ടിക്കറ്റ് ഡീറ്റെയിൽസ് ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഉണ്ടാവും. എയുടെ താഴെ ഒരു ടെസ്റ്റ് ബ്ലോക്ക് ടൂൾ ഉണ്ട്. ഈ ടെസ്റ്റ് ബ്ലോക്ക് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ദിവസം ഓർത്തിരിക്കുമെന്ന് അറിയില്ല, അല്ല എഴുതി വെച്ചോളൂ. ഇതിനെ ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഏത് പൊസിഷനിൽ വേണോ അവിടെ കൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാം. കഴിഞ്ഞു. അപ്പൊ നമ്മൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തു, തിരിച്ച് റെസ്പോൺസ് ആർക്കാ പോന്നെ? ലാസ്റ്റ് ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ എന്തുകൂടെ ഉണ്ട്? ഡെസ്റ്റിനേഷൻ ഉണ്ട്, എന്റിറ്റി കൊണ്ട് വെക്കുകയാണ്. ആരാണ്? കസ്റ്റമർ. ഓക്കെ, അപ്പൊ റെസ്പോൺസ് പോണം. റെക്ടാങ്കിൾ വന്നില്ലേ? കസ്റ്റമർ തിരിച്ച് റെസ്പോൺസ് പോകുന്നു. കണക്ട് ടൂൾ എടുത്തു, കസ്റ്റമറിലോട്ട് ഒരു റെസ്പോൺസ്. അതായത് അയാൾക്ക് ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തു, അയാൾ വ്യൂ ചെയ്ത് കണ്ടു. ഓക്കെ, അപ്പം കഴിഞ്ഞു, DFT കഴിഞ്ഞു. സംഭവം മനസ്സിലായോ? ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ആരൊക്കെയുണ്ട്? ആക്ടർ, നിങ്ങളുടെ സിസ്റ്റം എന്താണ്? ഇത്രയും വരച്ചു വെച്ച കോൺടസ്റ്റ് ലെവലായി. ഫസ്റ്റ് ലെവൽ വരുമ്പോൾ സോഴ്സ് ഉണ്ട്, അതായത് റെക്ടാങ്കിൾ, സ്ക്വയർ റെക്ടാങ്കിൾ അല്ല സ്ക്വയർ ആണ്. പിന്നെ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. നിങ്ങൾക്ക് എത്ര കസ്റ്റമറിന് എത്ര പ്രോസസ് ഉണ്ടോ അത്രയും സർക്കിൾ ഇങ്ങനെ എടുത്തു വെക്കുക. ആ പ്രോസസ്സിൽ നിന്ന് ഡേറ്റ എങ്ങോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, ആ ഡേറ്റ സ്റ്റോറിന് ഒരു പേരും കൊടുക്കുക. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു. ഇനിയും ഒരു ഫസ്റ്റ് ലെവൽ, ഒരു പ്രോസസ്സിന് സബ് ലെവൽ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ലെവൽ വരയ്ക്കണം. അപ്പൊ ഞാൻ ഇവിടെ 2.0ക്ക് സബ് പ്രോസസ് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അതിന്റെ സെക്കൻഡ് ലെവൽ ഇവിടെ വരച്ചു. അവിടെയും സോഴ്സ് ഉണ്ട്, ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഒരു പ്രോസസ്സിൽ നിന്ന് പല പ്രോസസ് വഴി കയറി ഡെസ്റ്റിനേഷനിലോട്ട് എത്തും. DFT കഴിഞ്ഞു. ഓക്കെ ആണോ? അടുത്ത് പറഞ്ഞുതരാം. ഓക്കെ ആണോ? ഓക്കെ ആണ് മാം. അടുത്ത നോക്കിക്കേ, ER ഡയഗ്രാം. ER ഡയഗ്രാം എക്സാമിന് ചോദിക്കുന്നതാണ്. ER ഡയഗ്രാം ആണെങ്കിലും സിമ്പിൾ ആണ്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ഒരു ഡേറ്റ ഡിക്ഷണറി എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഡേറ്റ ഡിസൈൻ ഡേറ്റ ഡിക്ഷണറി.
ഡാറ്റ ഡിക്ഷണറി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇ ആർ ഡയഗ്രാം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ മേളിലാണ് ഡാറ്റ ഡിക്ഷണറി കിടപ്പുണ്ടോ നോക്കട്ടെ. ഡാറ്റ ഡിക്ഷണറി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സിസ്റ്റം എടുക്കുവാണെങ്കിൽ അതിനകത്ത് ടേബിൾസ്, അതിനകത്ത് എത്ര ഫീൽഡ് ഉണ്ട്, ഇതൊക്കെയാണ് ഡാറ്റ ഡിക്ഷണറി എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇതുണ്ടോ, ഒരു ക്ലയന്റ് ഉണ്ട്. ക്ലയന്റിനകത്ത് അതിനകത്ത് ഇങ്ങനെ ക്ലയന്റ് നമ്പർ ഉണ്ട്, ഇതുണ്ട് ക്ലയന്റ് നമ്പർ ഉണ്ട്, ക്ലയന്റിന്റെ നെയിം ഉണ്ട്, ക്ലയന്റിന്റെ ഫോൺ നമ്പർ, ഇങ്ങനെ ആ ക്ലയന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് എന്താ പറയാ ഡാറ്റ ഡിക്ഷണറി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു നോട്ട് പാഡിൽ എത്തിക്കാണിക്കും. നോട്ട് പാഡ് വേണം, വേർഡ് വേണം, വേർഡില് എഴുതി കാണിക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കില്ല. ഇപ്പൊ നമ്മൾ റെയിൽവേ റിസർവേഷൻ എടുക്കാവേ. ഓക്കെ, റെയിൽവേ റിസർവേഷൻ എടുക്കുമ്പോൾ അതിനകത്ത് എത്ര നിങ്ങൾ പറഞ്ഞ എത്ര ടേബിൾ വരും? ട്രെയിൻ എന്തായാലും വരുമല്ലോ. ഇപ്പൊ നിങ്ങളൊന്ന് ഊഹിച്ചേ, നമ്മൾ ഏതൊരു സിസ്റ്റം എടുത്താലും ഒരു ടേബിൾ ആദ്യം മീൻസ് എത്ര ടേബിൾ വരും എന്നുള്ളതൊന്ന് ആലോചിക്കുക. ഡാറ്റാബേസിനകത്ത് എത്ര ടേബിൾ വരും? ട്രെയിൻ എന്തായാലും ഉണ്ട്. അപ്പൊ ട്രെയിനിന് എന്തായാലും ഒരു പ്രൈമറി കീ ആണ്. അപ്പൊ ട്രെയിൻ ഐ ഡി. ഇതെന്ന് പറയുന്നത് എന്താണ്? ട്രെയിൻ എല്ലാ ടേബിളിലും യൂണീക്ക് ആയിട്ട് ഒരു ഐ ഡി ഉണ്ടായിരിക്കണം. അതിനെ നമ്മൾ പ്രൈമറി കീ എന്ന് പറയും. അതിന്റെ ഡാറ്റ ടൈപ്പ് ഇൻഡിജർ ആയിരിക്കും. സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും. അതിനൊരു ഹെഡിങ് ഞാൻ കൊടുക്കാം. എന്തൊക്കെ വരും ഡാറ്റ ഡിക്ഷണറി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫീൽഡിനെ ഇതൊരു സ്റ്റേബിൾ ആക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? നമ്മൾ ഫീൽഡ്, ദെൻ ഡാറ്റ ടൈപ്പ്, പിന്നെന്താ സൈസ്, കൺസ്ട്രെയിൻസ്, ഡിസ്ക്രിപ്ഷൻ, ഇത്രയും കൊടുക്കുക. അതില് ഫസ്റ്റ് വൺ ഫീൽഡ് എന്ന് പറയുന്നത് ഐ ഡി, ഡാറ്റ ടൈപ്പ് ഇൻഡിജർ, സൈസ് 4, പ്രൈമറി കീ. പിന്നെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എഴുതുക. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രെയിൻ ഐ ഡി, ട്രെയിനെ ഐഡന്റിഫൈ ചെയ്യുന്ന നമ്പർ അല്ലെ, ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഓക്കെ, എല്ലാം കൂടെ എഴുതാൻ പോയാൽ നമ്മുടെ സമയം പോകും. സമയം അതിക്രമിച്ചു. അടുത്ത ടാബ്, ട്രെയിൻ നെയിം ഉണ്ടാവും, ട്രെയിനിന്റെ നെയിം ഉണ്ടാവും. അപ്പം ട്രെയിൻ നെയിം, അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? വേർക്കാറാണ്. സൈസ് എന്ന് പറയുന്നത് നമുക്കൊരു 20 ഒക്കെ കൊടുക്കാം. കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് നോട്ട് നൾ, അതായത് നൾ വാല്യൂ പാസ് ചെയ്യാനായിട്ട് പാടില്ല. ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. കഴിഞ്ഞു. ഇതാണ് ഡാറ്റ ഡിക്ഷണറി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റേഷന്റെ ഡീറ്റെയിൽസ് ഇതുപോലെ തന്നെ കൊടുക്കണം. സ്റ്റേഷൻ നെയിം, സ്റ്റേഷൻ ഐ ഡി, സ്റ്റേഷന്റെ ഫോൺ നമ്പർ. പിന്നെ വരുന്ന എന്താണ്? കസ്റ്റമർ. കസ്റ്റമർ വരുമ്പോൾ എന്തൊക്കെ വരും? ഐ ഡി വരും, പിന്നെ നെയിം വരും, അഡ്രസ് വരും, ഇമെയിൽ വരും, ഫോൺ വരും, അങ്ങനെ അതിന്റെ ഡാറ്റ ടൈപ്പും കാര്യങ്ങളും എല്ലാം കൊടുക്കണം. പിന്നെ അടുത്ത് വരുന്ന എന്താണ്? ബുക്കിംഗ്. ബുക്കിങ്ങിനകത്ത് ബുക്കിംഗ് ഐ ഡി. മനസ്സിലായ സംഭവം? ബുക്കിംഗ്, ഡേറ്റ്, എമൗണ്ട്, പിന്നെ പേയ്മെന്റ് വരും. ഇങ്ങനെ നിങ്ങൾക്ക് മാക്സിമം എത്ര ടേബിൾസ് ഉണ്ടാക്കാവോ അത്രയും ടേബിൾസ് ഉണ്ടാക്കുക. ഓക്കെ, ഇതിനെയാണ് ഡാറ്റ ഡിക്ഷണറി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ഡാറ്റ ഡിക്ഷണറി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിൽ അങ്ങ് വേർഡിൽ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ അത് കഴിഞ്ഞു. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സ്പീഡിൽ പോവാണേ. ഈ ഡാറ്റ ഡിക്ഷണറി അറിയാവുന്നുണ്ടെങ്കിൽ അപ്പം ഡാറ്റ ഡിക്ഷണറി ഞാൻ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് തന്നു. ഫോർമാറ്റ് വേണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എഴുതിയെടുക്കുക. ഡാറ്റ ഡിക്ഷണറി അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇ ആർ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഡ്രോ ഇ ആർ ഡയഗ്രാം, അത് നമ്മൾ വിസിയോ തന്നെ എടുക്കുക. ഞാൻ ആദ്യം DFD എടുത്ത സ്റ്റെപ്പ് പറഞ്ഞു തന്നില്ലേ, അവിടെ തന്നെ ഞാൻ ഒരു പേജ് ഇവിടെ ഇൻസേർട്ട് ചെയ്യുവാണേ. ഇ ആർ ഡയഗ്രത്തിന്റെ നൊട്ടേഷൻസ് എന്ന് പറയുന്നത് ഇത് 100 സെറ്റ് ചെയ്യും. ആദ്യം ഒരു എക്സ്റ്റേണൽ ഇന്ററാക്ട് എടുത്ത് വെച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ ഡാറ്റ ഡിക്ഷണറി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു. നമ്മൾ എന്തോരം ടേബിൾസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ടേബിൾസ് നിങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ ട്രെയിൻ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ട്രെയിനിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു ഡാറ്റ സ്റ്റോർ ഉണ്ട്, ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ റെക്ടാംഗിളിൽ കൊടുക്കണം. പിന്നെ ഇതിന്റെ താഴോട്ട് നോക്കിക്കേ, കണ്ടോ ഒരു ഓവൽ പ്രോസസ് എന്ന് കണ്ടോ? ഈ ഓവൽ പ്രോസസ്സിന്റെ മേലിൽ കൊണ്ടുവെക്കണം. കണ്ടോ ഇതിന്റെ ലാസ്റ്റ് കണ്ടോ ഓവൽ പ്രോസസ്? ടൂൾ ബോക്സിൽ നോക്കിയാൽ മതി. ഈ ഓവൽ പ്രോസസ് കൊണ്ടുവയ്ക്കുമ്പോൾ നടുക്കുണ്ട് ഒരു യെല്ലോ കളർ കിടക്കുന്നുണ്ടോ? യെല്ലോ കളറിലെ പോയിന്റ് പിടിച്ച് ഡ്രാഗ് ചെയ്യണം, ലൈൻ ഡ്രാഗ് ചെയ്യാൻ പറ്റും. താഴോട്ട് കൊണ്ടുവയ്ക്കുക, ട്രെയിനിലോട്ട് കൊണ്ടുവയ്ക്കുക. കണ്ടോ? ഈ ഓവൽ എന്ന് പറയുന്നത് നമ്മുടെ ഫീൽഡ് നെയിം എൻട്രി ചെയ്യാനുള്ളതാണ്. അതായത് അല്ലെങ്കിൽ നമുക്ക് ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. പി ആർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രം ആണ്. എൻറ്റിറ്റികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ടേബിൾ ആണ്. പിന്നെ ട്രെയിനിന്റെ നെയിം ഇങ്ങനെ കൊടുത്തു. ഇനി ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കണക്ട് ചെയ്തു. അപ്പൊ ഒരു ടേബിൾ കഴിഞ്ഞു.
പ്രൈമറിക്ക് അണ്ടർലൈൻ ചെയ്യണം. ഞാൻ ഇതിന്റെ ഒരു കോപ്പി എടുക്കുവാണേ. സ്റ്റേഷൻ ഡീറ്റെയിൽസ്. സ്റ്റേഷൻ ഇതുപോലെ തന്നെ സ്റ്റേഷൻ ഐഡിയും സ്റ്റേഷൻ നെയിമും ഉണ്ട്. അടുത്തത് ഷെഡ്യൂൾ. ഷെഡ്യൂൾ എന്തായാലും കാണണമല്ലോ. ഷെഡ്യൂളിനകത്ത് ട്രെയിൻ കാണും, അതായത് ഏത് ട്രെയിൻ ആണെന്ന് കാണും. പിന്നെ സ്റ്റേഷൻ വരും, ഏത് സ്റ്റേഷനിൽ വന്ന് നിൽക്കും. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് മാത്രം കൊടുത്താൽ മതി. ചിലപ്പോൾ ഒത്തിരി ആട്രിബ്യൂട്ട്സ് ഒക്കെ കാണും, നിങ്ങളുടെ മനസ്സിൽ വരും. എല്ലാം ഒന്നും കൊടുക്കണ്ട, ഒരു 3-4 എണ്ണം ഒക്കെ കൊടുത്താൽ മതി മാക്സിമം കേട്ടോ. എല്ലാം ഒന്നും കൊടുക്കാനുള്ള സമയമൊന്നും കാണുകയില്ല. അപ്പൊ സ്റ്റേഷൻ കാണും. പിന്നെ എന്താണ്, ഒരു ഡിപ്പാർച്ചർ ടൈം കാണും, പിന്നെ ഡിപ്പാർച്ചർ ടൈം കാണും, ഡിപ്പാർച്ചർ ഡേറ്റ് കാണും, അറൈവൽ ടൈം കാണും, അങ്ങനെ കുറെ എണ്ണം കാണും. ഓക്കെ, നെക്സ്റ്റ് വൺ ബുക്കിംഗ്. അപ്പൊ ഞാന് ബുക്കിംഗ് കൊടുക്കുക. ബുക്കിംഗ് ഐ ഡി, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഓക്കെ, ഞാൻ ഈ ആട്രിബ്യൂട്ട്സ് മാറ്റുന്നില്ല കേട്ടോ, സമയമില്ലാത്തതുകൊണ്ട്. വേറെ ഒരെണ്ണം കസ്റ്റമർ. കസ്റ്റമർ ഐ ഡി, കസ്റ്റമറുടെ നെയിം, ഇമെയില്, ഫോൺ. അടുത്തത് പേയ്മെന്റ്. ഇതിന്റെ തന്നെ കോപ്പി പേസ്റ്റ് എടുത്ത് ഞാൻ ചെയ്യുക കേട്ടോ. പേയ്മെന്റ് ഐ ഡി, പേയ്മെന്റ് ഡേറ്റ്, എമൗണ്ട്, ഇങ്ങനെ അങ്ങ് പോകും. ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ കാർഡ് ഹോൾഡർ നമ്പർ അല്ലെങ്കിൽ കാർഡ് ഹോൾഡർ നെയിം, ഇങ്ങനെ പോകും. ഇനി ഞാൻ ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് തമ്മിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറും ബുക്കിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? അപ്പൊ റിലേഷൻഷിപ്പ് സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഡയഗണൽ ഷേപ്പ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും? അതെ, ഇതുണ്ടോ, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇതെടുത്ത് നടുക്കോട്ട് കൊണ്ടുവയ്ക്കാൻ. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് ബുക്ക്. കസ്റ്റമർ എന്താ ചെയ്യുന്നത്? കസ്റ്റമർ ബുക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. ഞാൻ ഒരു ലൈൻ കണക്ടർ എടുത്തു, ലൈൻ എടുത്ത് ബുക്കിങ്ങിന് കസ്റ്റമറിലോട്ട് പോയി, ബുക്കിങ്ങിൽ നിന്ന് ബുക്കിലോട്ട് പോയി. അപ്പൊ എന്താ ചെയ്യുന്നത്? കസ്റ്റമർ ബുക്ക് ബുക്കിംഗ്. കസ്റ്റമർ എത്ര കസ്റ്റമർ ആണ് നമ്മൾ ലോഗിൻ ചെയ്ത് കയറുന്നത് ഒരു സമയത്ത്? ഒരാള്. ഇപ്പൊ ഞാൻ ലോഗിൻ ചെയ്ത് കയറുവാണെങ്കിൽ 1. എത്ര ബുക്കിംഗ് നമുക്ക് പറ്റും ഒരു സമയത്ത്? ഒരു ബുക്കിങ്ങേ പറ്റത്തുള്ളൂ, 1 to 1. ഓക്കെ, ഇനി അടുത്ത ഞാൻ ഒരു റിലേഷൻഷിപ്പ് സെറ്റ് ചെയ്തു. ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? പേയ്മെന്റ് ആണ്. അപ്പൊ പേ. നേരെ എങ്ങോട്ട് പോകണം കണക്ഷൻ? പേയ്മെന്റിലോട്ട്. പേയിലോട്ട് കൊടുത്തു, പേയിൽ നിന്ന് പേയ്മെന്റ്സിലോട്ട്. അപ്പൊ ഇവിടെയും 1 to 1 റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് 1 എന്ന് കൊടുത്താൽ മതി. ഒരു ബുക്കിങ്ങിന് ഒരു പേയ്മെന്റ്സ്. ഓക്കെ, ഇനി ബുക്ക് ചെയ്യുന്ന എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ്? ഷെഡ്യൂളിനെ ഡിപ്പെൻഡ് ചെയ്താണ് അല്ലെ? നമ്മൾ ഷെഡ്യൂൾ അനുസരിച്ചല്ലേ ട്രെയിൻ ബുക്ക് ചെയ്യുന്നത്. അപ്പം ഷെഡ്യൂൾ ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് കണക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. എവിടോട്ട് കൊണ്ടുവരുവാണേ? ഓ മൈ ഗോഡ്. ശരി, ഓക്കെ, ഷെഡ്യൂൾ ഞാൻ മൂവ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നു. ബുക്കിംഗ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾ ബുക്ക് ചെയ്തത്? ഷെഡ്യൂളിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പൊ ഞാൻ ഈ ഷെഡ്യൂളും ബുക്കിങ്ങും തമ്മിൽ റിലേഷൻഷിപ്പ് സെറ്റ് ചെയ്തു. ഓക്കെ, 1 to 1 to many സെറ്റ് ചെയ്യാം കേട്ടോ. ഒരു ബുക്കിംഗ് ഷെഡ്യൂൾ 1 വരത്തുള്ളൂ. മെനി ടു മെനി വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പിന്നെ ഷെഡ്യൂൾ എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഷെഡ്യൂൾ ഹാസ്. ഞാൻ ഒരു ഹാസ് ഇവിടെ വെച്ചു, ഒരു ഹാസ് ഇവിടെ കാണാൻ കൊണ്ടുവയ്ക്കാം. ഒരു ഹാസ് ഷെഡ്യൂളിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ട്രെയിനിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഷെഡ്യൂളിനകത്ത് ട്രെയിനിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചാൽ ശരിയാവത്തില്ല, ഓവർലാപ്പ് ആയിട്ട്. ഇതിനെടുത്ത് ഇങ്ങോട്ട് വെക്കാം. അപ്പൊ ഇവിടുന്ന് ഷെഡ്യൂളിനകത്ത് ഹാസിലോട്ട് പോകണം. ഷെഡ്യൂളിനകത്തുനിന്ന് കണക്ട് ടൂൾ എടുക്കാവേ. ഹാസ്, ഷെഡ്യൂൾ ഹാസ് എന്തുണ്ട്? ഷെഡ്യൂളിനകത്ത് ട്രെയിൻ വരുന്നുണ്ട്, ഷെഡ്യൂളിനകത്ത് സ്റ്റേഷൻ അല്ലേ? ഓക്കെ, ഇത്രയും നിങ്ങൾ വരച്ചാൽ മതി. ഇത്രയൊന്നും അല്ല, ഇതിൽ കൂടുതൽ കണക്ഷൻസ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഇത് കൂടുതൽ കണക്ഷൻ കൊടുക്കണം. അപ്പൊ എൻറ്റിറ്റികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സെറ്റ് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് മാക്സിമം എത്ര എൻറ്റിറ്റി വരയ്ക്കാൻ പറ്റുമോ സമയം അനുസരിച്ച് മാക്സിമം എൻറ്റിറ്റി വരയ്ക്കാം.
എന്നിട്ട് ഈ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് കൊണ്ടുവച്ചിട്ട് എന്ത് റിലേഷൻഷിപ്പ് ആണോ സെറ്റ് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ആണോ, ഹാസ് ആണോ, ബുക്കിംഗ് ആണോ, പേയ്മെന്റ് ആണോ, എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് പേര് എഴുതി കൊടുത്ത് റിലേഷൻഷിപ്പ് സെറ്റ് ചെയ്യാം. ഇത്രയാണ് ഈ ഡയഗ്രം. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത പറഞ്ഞു തരട്ടെ. ഇനി 10 മിനിറ്റ്സ് കൂടെ ഉള്ളു, ഞാൻ വേഗം തീർക്കുവാണ്. ഇനി ഇത്രയും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് പഠിക്കാം. പിന്നെ നിങ്ങളോട് ഈ യൂസർ ഇന്റർഫേസ് ഡിസൈനോ മോഡുലാർ ഡിസൈനോ ഒക്കെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ പണ്ട് ഫ്ലോ ചാർട്ട് ഒക്കെ പഠിച്ചിട്ടില്ലേ, അത് വരച്ചു വെച്ചാൽ മതി. തൊട്ട് മേളിൽ കണ്ടു, ഒരു സ്റ്റാർട്ട്, സ്റ്റോപ്പ്, യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു, കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുന്നു, ബുക്ക് ചെയ്യുന്നു, ട്രെയിൻ സെർച്ച് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ ഇതുപോലെ എന്ത് ചെയ്യാം, ഫ്ലോ ചാർട്ട് വരയ്ക്കുക. യൂസർ ഇന്റർഫേസ് ഡിസൈൻ ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ ഫ്ലോ ചാർട്ട് വരയ്ക്കുക. അത് ഇതുവരായിട്ടും ചോദിച്ചിട്ടില്ല, ഇങ്ങാണ് ചോദിച്ചത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, സി ലാംഗ്വേജിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് 2 മെട്രിക്സ്. C++ പ്രോഗ്രാം പഠിച്ചിട്ടുള്ളവർ ആണെങ്കിലും ഇല്ലെങ്കിലും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാം പഠിച്ചിട്ട് വരിക. പിന്നെ ടെസ്റ്റ് കേസസ്. ടെസ്റ്റ് കേസസ് എന്ന് പറയുന്ന ഒരു സംഭവം ചോദിക്കുന്നതാണ് എക്സാമിന്. ഇപ്പം 2 നമ്പർ സം ചെയ്തിട്ട് അതിന്റെ ടെസ്റ്റ് കേസസ് എഴുതാൻ പറയും, അല്ലെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ടെസ്റ്റ് കേസസ് എഴുതാൻ പറയും. ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത് ഒരു ഫോർമാറ്റ് ഉണ്ട്. 10 മിനിറ്റ്. ആദ്യം ഒരു ടെസ്റ്റ് കേസ് ID. അല്ല വേണ്ട, നിൽക്കാം, ഞാൻ നെറ്റിൽ കയറാം, എഴുതാൻ പോയാൽ സമയമില്ല. ടെസ്റ്റ് കേസ് ഇൻ ലോഗിൻ കൊടുക്കാം. ലോഗിന്റെ ആവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതാണ് ഒരു ടെസ്റ്റ് കേസിന് ക്ലിയർ ആവുന്നില്ല. സമയം പോകുന്നു, കിട്ടുന്നുമില്ല. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അതിങ്ങനെ തരുമോ? ഓഫായി പോകും. ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം, ബാറ്ററി പോലോയെ ഓഫായി പോയി. ടെസ്റ്റ് കേസസ് എന്ന് പറയാൻ നിങ്ങൾ ഒരു അതായത് നമ്മളൊരു ഫോമിനകത്ത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ റോങ് ആയിട്ടും ഫെയർ ആയിട്ടുള്ള ഡേറ്റ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അതാണ് ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ ഓൾറെഡി ഒരു ഡോക്യുമെന്റേഷൻ അത് ചെയ്ത് വെച്ചേക്കുന്ന ടെസ്റ്റ് കേസസ് ആണ്. ഇപ്പൊ ഇത് നോക്കി, ഇത് ലോഗിന്റെ ടെസ്റ്റ് കേസസ് ആണ്. കാണാമല്ലോ, ഇത്രയും ഹെഡിങ് കൊടുക്കുക. ടെസ്റ്റ് കേസ്, പിന്നെ ചെക്ക് ഐറ്റം, ഒബ്ജക്റ്റീവ്, എക്സിക്യൂട്ട്, ടെസ്റ്റ് ഡേറ്റ, എക്സ്പെക്ടഡ് റിസൾട്ട്. നിങ്ങൾക്ക് നെറ്റിനകത്തുനിന്ന് ഫോർമാറ്റ് കിട്ടും കേട്ടോ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയുമാണ്. ID കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ യൂസർ നെയിം പാസ്വേഡും കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്തു. എൻ്റർ വാലിഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്ന് കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് എന്താ റിസൾട്ട് വന്നത്? സക്സസ്ഫുള്ളി ലോഗിൻ. രണ്ടാമത് വരുമ്പോൾ നിങ്ങൾ 2 ഇൻകറക്റ്റ് കൊടുക്കണം. എൻ്റർ ഇൻകറക്റ്റ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ലോഗിൻ ഫെയിൽഡ് ആവും. മൂന്നാമത് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യും? വാലിഡ് ആയിട്ടുള്ള യൂസർ നെയിം കൊടുത്തിട്ട് ഇൻവാലിഡ് പാസ്വേഡ് കൊടുക്കും. അപ്പോൾ ലോഗിൻ ഫെയിൽഡ് ആവും. അതായത് നിങ്ങൾക്ക് ഒരു ഫോം കിട്ടുമ്പോൾ നിങ്ങൾ അത് കറക്റ്റ് ഡേറ്റ ഇട്ടും റോങ് ഡേറ്റ ഇട്ടും ചെക്ക് ചെയ്യുന്നതിനാണ് ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് എടുക്കുക. ഇത്രയൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എടുത്ത് തരണ്ടായിരുന്നു. അതായത് ടെസ്റ്റ് കേസ് ID, ടെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ, പിന്നെന്താ ഒരു എക്സ്പെക്ടഡ് റിസൾട്ട്, അത്രയും കൊടുത്താൽ മതി. പിന്നെ ആക്ച്വൽ റിസൾട്ട് ഇതിനകത്തില്ല, ഇതിനകത്ത് കാണുമായിരിക്കും, നോക്കണം. ഇപ്പൊ നിങ്ങളോട് പറയുക മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒരു ടെസ്റ്റ് കേസസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളോട് 2x2 മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ടെസ്റ്റ് കേസസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എഴുതണം എന്റെ 2x2 മെട്രിക്സ്. സക്സസ്ഫുള്ളി നമുക്ക് എന്തായി? റിസൾട്ട് കിട്ടി. അത് കഴിഞ്ഞ് നിങ്ങൾ 2x3 മെട്രിക്സ് ഇൻപുട്ട് ചെയ്യണം. 2x3 പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങളുടെ റിസൾട്ട് എന്താ? റോങ് ആണ്. പിന്നെ നിങ്ങൾ 3x2 എൻ്റർ ചെയ്ത് കൊടുത്തു, അതും റിസൾട്ട് റോങ് ആണ്.
അല്ലെങ്കിൽ നിങ്ങൾ മെട്രിക്സ് ഇടുമ്പോഴത്തേക്ക് മറ്റേ ഇൻവേഴ്സ് മെട്രിക്സ് ഒക്കെ ഇല്ലേ, അതുപോലെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഫെയർ ആയിട്ട് റോങ് ആയിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുത്തു എന്നുള്ള ഒരു വേർഡിനകത്ത് നിങ്ങൾ ചെയ്ത് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ ഷീറ്റ് എഴുതി കാണിച്ചാലും മതി. അതാണ് ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങളൊന്ന് നെറ്റിനകത്തൂടെ നോക്കണം. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം. നിങ്ങളിപ്പോ ഒരു പ്രോഗ്രാം ചെയ്തിട്ട് ആ പ്രോഗ്രാമിന് ക്വാളിറ്റി ഇല്ല, എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ഈ 11ാമത്തെയും 12ാമത്തെയും ക്വസ്റ്റ്യൻ, പ്രോഗ്രാം കറക്റ്റാ പക്ഷെ എന്തുകൊണ്ട് ക്വാളിറ്റി ഇല്ല. അപ്പൊ നമ്മൾ സിയിൽ ഒരു പ്രോഗ്രാം എഴുതിയിട്ട് അത് എന്തുകൊണ്ട് ക്വാളിറ്റി ഇല്ല എന്ന് വെച്ചാൽ, ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ എപ്പോഴും എക്സെപ്ഷൻ കൊടുക്കണം, ട്രൈ ക്യാച്ച് കൊടുക്കണം. എക്സെപ്ഷൻ എന്തിനാ? എറേഴ്സ് വരുവാണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ എക്സെപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. രണ്ടെന്ന് പറയുന്ന കമന്റ്സ് ഇട്ട് വേണം നിങ്ങൾ പ്രോഗ്രാം എഴുതാൻ. അതായത് ഒരാളുടെ പ്രോഗ്രാം മറ്റൊരാൾ കാണുമ്പോൾ കമന്റ്സ് ഉണ്ടെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ക്വാളിറ്റി വേണമെങ്കിൽ കമന്റ്സ് ഇടണം. മൂന്നാമതെന്ന് പറയുന്നത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ABCD എന്ന് വേരിയബിൾ ഡിക്ലെയർ ചെയ്യരുത്. പകരം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. ഇപ്പൊ സം ആണ് സം എന്ന് കൊടുക്കുക, എസ് എന്ന് കൊടുക്കാതെ സം എന്ന് കൊടുക്കുക. സ്റ്റുഡന്റിന്റെ നെയിം ആണ് എൻ എന്ന് കൊടുക്കുക, എസ് എൻ എന്ന് കൊടുക്കാതെ എസ് നെയിം എന്നോ സ്റ്റുഡ് നെയിം എന്നോ കൊടുക്കുക. അപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾ ആയിരിക്കണം നിങ്ങൾ ഒരു പ്രോഗ്രാമിൽ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഗുഡ് ക്വാളിറ്റി ഇത്രയും കൊടുക്കാത്തത് കൊണ്ടാണ് അത് ക്വാളിറ്റി ഇല്ല അല്ല റിലയബിൾ അല്ല എന്ന് പറയുന്നത്. ഇതും നിങ്ങൾ ഗൂഗിളിൽ നോക്കിയോ അല്ല ചാറ്റ് GPTയിലോ വല്ല ക്വസ്റ്റ്യൻ ഇട്ടിട്ട് പഠിച്ചുകൊണ്ട് വരണം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ടെസ്റ്റ് കേസസ് നന്നായിട്ട് അതിന്റെ മീൻസ് അതിന്റെ ഹെഡിങ് ഒന്ന് പഠിച്ചേക്കണേ. എന്തൊക്കെയാ? ടെസ്റ്റ് കേസ് ID കൊടുക്കണം, ടെസ്റ്റ് കേസിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, പിന്നെ ആക്ച്വൽ റിസൾട്ടും എക്സ്പെക്ടഡ് റിസൾട്ടും ഈ 4 കോളം വരച്ച് എഴുതണം ടെസ്റ്റ് കേസസ്. അത് ഏത് പ്രോഗ്രാം ആണ് നമുക്ക് തരുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ റോങ് ഡേറ്റയും ഫെയർ ഡേറ്റയും ഇട്ട് ചെക്ക് ചെയ്യുന്നു. പിന്നെ ഈ 11ഉം 12ഉം എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ER DFT വരയ്ക്കാൻ പഠിക്കുക. പിന്നെ ഇതിനകത്തുനിന്നൊക്കെ ചോദിക്കുള്ളൂ, വേറെ ഒന്നും വരത്തില്ല കേട്ടോ. പിന്നെ MS ഓഫീസ്, Gmail, MS എക്സലിന്റെ ഒക്കെ യൂസേജ് എന്താണെന്നൊക്കെ ഒന്ന് പഠിച്ചോണം. എല്ലാം മീൻസ് ലാബ് ചെയ്യാനായിട്ട് ER DFT കാണുള്ളൂ, ബാക്കിയുള്ള എല്ലാം നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുമായിരിക്കും. ഓക്കെ എന്നാ ഇത്രയും ഓക്കെ ആണോ? അതെ അതെ, നിങ്ങളുടെ ടെസ്റ്റ് കേസ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അതേണ്ട് ഫംഗ്ഷന്, പർപ്പസ്, ടെസ്റ്റ് കേസ് ID, എത്ര പ്രാവശ്യം ടെസ്റ്റ് കേസ് റൺ ചെയ്തു, എത്ര പ്രാവശ്യം ടെസ്റ്റ് കേസ് സക്സസ് ആയി. ഈ ഒരു രീതിയിൽ ചെയ്താലും മതി. അത് അതിന്റെ റിപ്പോർട്ട് ഇത് കണ്ടോ, ടെസ്റ്റ് കേസ് ID, എന്താണ് ചെയ്തത്, എക്സ്പെക്ടഡ്. 3 കോളം നിങ്ങൾക്ക് പറയുന്നുള്ളൂ. അപ്പൊ 3 കോളം കൊടുത്താൽ മതി. ID നിങ്ങൾ എന്റർ യൂസർ നെയിം ആൻഡ് പാസ്വേഡ്, അല്ലെ എന്റർ 2x2 മെട്രിക്സ്, 2x2 മെട്രിക്സ് കൊടുത്ത് റിസൾട്ട് ഓക്കെ ആണെങ്കിൽ റിസൾട്ട് സക്സസ്ഫുള്ളി ഷോ അല്ലെങ്കിൽ അങ്ങനെ കാണിച്ചാൽ മതി.